ഹലോ, എല്ലാവർക്കും പി കെ ലേണിംഗ്സിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് SCRTയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സിലബസിൽ വരുന്ന ടോപ്പിക്കുകൾ ഒരു ടോപ്പിക് എടുക്കുന്നു, അത് നമ്മുടെ SCRT പാഠപുസ്തകങ്ങളിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ റഷ്യൻ റവല്യൂഷൻ, അതേപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോരോ ടോപ്പിക്കുകളായിട്ട് നമ്മൾ പഠിച്ചു വന്നു അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചൈനീസ് റവല്യൂഷനാണ്, ചൈനീസ് വിപ്ലവമാണ്. അപ്പോൾ എങ്ങനെയാണ് ചൈനയിൽ ഈ ഒരു വിപ്ലവം നടന്നതെന്നും ഇന്ന് കാണുന്ന ഒരു ലോകശക്തിയായിട്ട് ചൈന മാറിയത് എന്നുമൊക്കെയുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റെഡിയല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ചൈനീസ് വിപ്ലവമാണ് നമുക്കിന്ന് പഠിക്കാനായിട്ട് ഉള്ളത്. നമ്മുടെ പാഠപുസ്തകത്തിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് നമ്മൾ SCRTയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ SCRTയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സിലബസ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് പുസ്തകത്തിനകത്ത് ഏതെങ്കിലും പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോട്ടായിട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അവരുടെ ആ ഒരു വാചകങ്ങൾ, ഇന്ന പുസ്തകം, ഇന്ന ആള് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ കുറച്ചിടെയായിട്ട്. അപ്പോൾ എന്താ, ഏത് പുസ്തകത്തിൽ നിന്നുമാണ്, ആരെഴുതിയതാണ്, അല്ലെങ്കിൽ ഈ പുസ്തകത്തെക്കുറിച്ച് ഇത് എന്തിനെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പൊതുവെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ SCRT പഠിക്കുകയാണ്, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചൈനീസ് വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ പാഠഭാഗത്തിൽ തുടങ്ങുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് MN റോയുടെ റവല്യൂഷൻസ് ആൻഡ് കൗണ്ടർ റവല്യൂഷൻ ഇൻ ചൈന എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണിത്? 2000 വർഷത്തെ യുദ്ധങ്ങളുടെയും ആക്രമണങ്ങളുടെയും കഠിന സമരത്തിൻ്റെയും വേദനപൂർണ്ണ ചരിത്രത്തിന് ശേഷം ചൈന അവളുടെ സ്വന്തം ജനനത്തിൻ്റെയും സാമൂഹികാടിസ്ഥാനത്തിൻ്റെയും വൈകല്യങ്ങളെ അതിജീവിക്കുന്ന ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയപ്പോൾ മറ്റൊരു ദൗർഭാഗ്യം ആ രാജ്യത്തെ പിടികൂടി. ചൈനയുടെ സ്വയം വികാസത്തെ തടസ്സപ്പെടുത്തിയ സാമ്രാജ്യത്തിൻ്റെയും വിദേശ മൂലധനത്തിൻ്റെയും രംഗപ്രവേശമായിരുന്നു അത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം. അതായത് ചൈന ഇതിനു മുൻപ്, ഈ വിപ്ലവത്തിന് മുൻപ് നേരിട്ടിരുന്ന വളരെയധികം പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുമൊക്കെ ചൈന ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് ചൈനയെ കൊണ്ടുവരുന്ന സമയത്ത് ചൈന നേരിട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു സാമ്രാജ്യത്വം, അതേപോലെ വിദേശ ശക്തികളുടെ അമിതമായിട്ടുള്ള കടന്നുവരവ്, അതുകൊണ്ടുണ്ടാവുന്ന സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവയൊക്കെ. ഇതിൽ നിന്നുമൊക്കെ ചൈന കരകയറിയ ആ കഥയാണ് നമ്മുടെ ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത് MN റോയാണ്. ഏത് പുസ്തകം എന്ന് നോക്കി വയ്ക്കുക, റവല്യൂഷൻ ആൻഡ് കൗണ്ടർ റവല്യൂഷൻ ഇൻ ചൈന എന്ന് പറയുന്ന പുസ്തകമാണ്. അപ്പോൾ റെഡിയല്ലേ? വ്യാപാരത്തിലൂടെ അധികാരത്തിലേക്ക്, അതായത് ചൈന അന്ന് നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു സാമ്രാജ്യത്വവും പിന്നൊന്ന് വിദേശ മൂലധനത്തിൻ്റെ കടന്നുവരവും എന്ന് MN റോയുടെ ആ ഒരു വീക്ഷണം നമ്മൾ കണ്ടു അല്ലേ. ചൈനയിൽ അന്ന് ഭരിച്ചിരുന്ന രാജവംശം എന്ന് പറയുന്നത് മഞ്ചു രാജവംശമായിരുന്നു. അവർ അമിതമായിട്ട് ഈ വിദേശ ശക്തികൾ ചൈനയിൽ വന്ന് വ്യാപാരം നടത്താനും ചൈനയിലുള്ള മാർക്കറ്റിൽ നിന്നും നല്ല രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ലാഭങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വലിയ റെസ്ട്രിക്ഷനുകളൊന്നും വെച്ചിരുന്നില്ല. വിദേശ ശക്തികൾക്ക് ഇവിടെ വന്ന് വ്യാപാരം നടത്താൻ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്നു അന്നത്തെ അവിടെ ഭരിച്ചിരുന്ന സാമ്രാജ്യത്വ ശക്തികൾ ചൈനയിൽ. അപ്പോൾ പ്രധാനമായിട്ടും ചൈന അന്ന് നേരിട്ട പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങളിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഓപ്പിയമാണ്, അതായത് കറുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യാപാരം. പിന്നൊന്നെന്ന് പറയുന്നത് തുറന്ന വാതിൽ നയവുമാണ്. അപ്പോൾ ഈ തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത് ആദ്യകാലത്ത്, അതായത് 19ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ അവസാന കാലഘട്ടത്തോടു കൂടി പല യൂറോപ്യൻ ശക്തികളും ചൈനയിൽ വന്നിട്ട് വലിയ രീതിയിൽ വ്യാപാരം നടത്തി പോകുന്നിരുന്നു. അവർക്ക് വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് അമേരിക്കയ്ക്ക് ഇവിടെ നിന്നും വലിയ ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ച് അവിടെ വ്യാപാരം നടത്തി കൊള്ള ലാഭം കൊയ്യാനുള്ള അവസരം അവിടെ നിന്ന് ലഭ്യമായിരുന്നില്ല. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു? അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നയമായിരുന്നു തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. അത് പറയുന്ന വേറൊന്നുമല്ല, ചൈനയുടെ വിപണികളിൽ വ്യാപാരം നടത്താൻ എല്ലാ യൂറോപ്യൻ ശക്തികൾക്കും അല്ലെങ്കിൽ എല്ലാ വിദേശ ശക്തികൾക്കും ഒരുപോലെ അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നയമായിരുന്നു തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. ഈ പറയുന്ന വിദേശീയര് ചൈനയിൽ വന്ന് വ്യാപാരവും വ്യവസായവും ഒക്കെ നടത്തുന്നതിന് അവിടുത്തെ മഞ്ചു രാജവംശം സഹായിച്ചു
സഹായിച്ചിരുന്നത് കൊണ്ടും അവർ ആനുകൂല്യങ്ങൾ നൽകിയിരുന്നത് കൊണ്ടും പല രാജ്യങ്ങൾ അമേരിക്കയുടെ കമ്പോളങ്ങളെ കീഴടക്കുകയും അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ടും വന്നു. ഇതായിരുന്നു തുറന്ന വാതിൽ നയത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ചൈന നേരിട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമായിരുന്നു കറുപ്പ് എന്ന് പറയുന്നത്, കറുപ്പിന്റെ വ്യാപാരം എന്ന് പറയുന്നത്. അപ്പൊ അന്ന് കാലത്ത് യൂറോപ്യൻ വ്യാപാരികൾ ചൈനയിൽ കറുപ്പ് അഥവാ ഓപ്പിയം എന്ന് പറയുന്ന ആ ഒരു ലഹരി വസ്തു അതിൻ്റെ ഒരു വ്യാപാരം നടത്തി അവിടെ നിന്നും വലിയ രീതിയിലുള്ള ലാഭം കൊയ്തിരുന്നു. ഈ കറുപ്പിന്റെ ഉപയോഗം തീർച്ചയായിട്ടും ചൈനക്കാരുടെ ആരോഗ്യത്തെയും അതുകൂടാതെ ഇവരുടെ വാണിജ്യങ്ങളിൽ വന്നിട്ട് വിദേശ ശക്തികൾ വലിയ രീതിയിൽ വ്യാപാരം നടത്തുമ്പോൾ അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടവും അവിടെ ഉണ്ടാവും. അങ്ങനെ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെയും അതുപോലെ ജനങ്ങളുടെ ആരോഗ്യത്തെയും പ്രതികൂലമായിട്ട് ബാധിക്കുകയാണ് ഈ കറുപ്പിന്റെ വ്യാപാരം എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കറുപ്പ് യുദ്ധം അഥവാ ഓപ്പിയം വാർ നടക്കുകയാണ്. ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമായിരുന്നു ഓപ്പിയം വാർ. ഇവിടെ ചൈന പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ഓപ്പിയം വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഈ പരാജയത്തിന് ശേഷം ഒപ്പിടുന്ന ഒരു ഉടമ്പടിയാണ് നാൻകിങ് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ യുദ്ധാനന്തരം കാന്റൺ, അമോയ്, നിങ്ബോ, ഷാങ്ഹായ് എന്നീ പ്രധാന തുറമുഖങ്ങൾ വിദേശ വ്യാപാരത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാൻ ചൈന നിർബന്ധിതരായി. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിദേശികളുടെ ഇൻഫ്ലുവൻസിനെ തടയാൻ വേണ്ടി ശ്രമിച്ചിട്ട് പക്ഷെ അത് തടയാൻ സാധിക്കാതെ ഈ പറയുന്ന തുറമുഖങ്ങളൊക്കെ കൂടുതലായിട്ട് അവർക്ക് തുറന്നു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ചൈന എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് നാൻകിങ് ഉടമ്പടിയോടുകൂടി. ഈ പറയുന്ന വിദേശ ഇടപെടലുകളാണ് ഇവരുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ കാരണം എന്ന് ചൈനയിലെ ജനതയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ വിദേശികളുടെ വ്യാപാരത്തെയും കാര്യങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മഞ്ജു രാജവംശത്തിന്റെ രാജവാഴ്ചയാണ് ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് ജനങ്ങൾക്ക് തോന്നുകയാണ്. ഈ പറയുന്ന ഒരു രാജവംശത്തെ നമ്മൾക്ക് അവിടുന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരുടെ ഈ നയങ്ങളൊന്നും പിന്നെ ചൈനയിൽ നടപ്പിലാകില്ല എന്ന ബോധ്യത്തിലേക്ക് അവിടുത്തെ ജനങ്ങൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഈ വിദേശ ഇടപെടലുകൾക്കെതിരെ ചൈനയിൽ ബോക്സർമാരുടെ ഒരു സംഘടന, അത് ബോക്സർമാർ എന്ന പേരിലുള്ള ഒരു സംഘടന രൂപം കൊള്ളുകയാണ്. ഒരു രഹസ്യ സംഘടനയായിരുന്നു ഇത്. എന്താണ് ബോക്സർമാർ എന്നറിയപ്പെടുന്ന, ബോക്സേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു രഹസ്യ സംഘടന എന്ത് ചെയ്യാണ്, ഇതിനെതിരെ വിദേശികളുടെ ഇടപെടലിനെതിരെ ചൈനയിൽ രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നടക്കുന്നതാണ് ബോക്സർ ലഹള അഥവാ ബോക്സർ റിബല്യൻ എന്ന് പറയുന്നത്. യൂറോപ്യൻ അധിനിവേശത്തിനെതിരെ ഇവർ നടത്തിയ പോരാട്ടമാണ് ബോക്സർ ലഹള എന്ന് പറയുന്നത്. ബോക്സേഴ്സ് ഫിസ്റ്റ്, ഈ ഒരു ബോക്സറുടെ കൈ പോലെയുള്ള ആ ഒരു ഫിസ്റ്റ് ആയിരുന്നു ഇവരുടെ ചിഹ്നം എന്ന് പറയുന്നത്, ബോക്സർമാരുടെ അടയാളം എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മഞ്ജു രാജവംശം പാശ്ചാത്യ വിദ്യാഭ്യാസം, വിദേശ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ കമ്മീഷൻ എന്നിവ നടപ്പിലാക്കിയെങ്കിലും ജനങ്ങൾ അവരുടെ ഈ പറയുന്ന ഭരണമാറ്റങ്ങളിൽ അത്ര സംതൃപ്തരായിരുന്നില്ല. ഓക്കെ, ഇവരെ എടുത്തു മാറ്റിയാലേ നമുക്ക് നല്ല ഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് ജനങ്ങൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ മഞ്ജു ഭരണകൂടത്തെ പുറത്താക്കിയാലേ വിദേശ ശക്തികളിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ സൺ യാറ്റ്സൻ എന്ന് പറയുന്നത്. ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ സൺ യാറ്റ്സൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമായിരുന്നു ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം കുമിങ്താങ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയിലെ അംഗമായിരുന്നു സൺ യാറ്റ്സൻ എന്ന് പറയുന്നത്. ഈ വിദേശ ശക്തികളുടെ ഇടപെടലുകൾക്കെതിരെയും മഞ്ജു രാജവംശത്തിനെതിരെയും ചൈനയിൽ രൂപം കൊള്ളുന്ന ഒരു പാർട്ടിയാണ് കുമിങ്താങ് പാർട്ടി എന്ന് പറയുന്നത്. സൺ യാറ്റ്സനിന്റെ ഈ ആശയങ്ങൾ, അതായത് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, ഈ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം രൂപീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് കുമിങ്താങ് പാർട്ടി എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചൈന 1911 വിപ്ലവത്തിലേക്ക് പോവുകയാണ്. മഞ്ജു രാജഭരണം അവസാനിക്കുകയും ചൈനയിൽ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരു വിപ്ലവമാണ് 1911 വിപ്ലവം. ഇതോടുകൂടി ഈ പറയുന്ന മഞ്ജു രാജവംശത്തിന്റെ ഭരണം അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്, റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് കുമിങ്താങ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ചൈനയിൽ നിലവിൽ വരികയാണ് ചെയ്യുന്നത്. സൺ യാറ്റ്സൻ ഭരിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ചൈന അങ്ങനെ പോകുന്നുണ്ട്. സൺ യാറ്റ്സെന്നിന് ശേഷം, അദ്ദേഹത്തിന്റെ ഭരണത്തിന് ശേഷം യുവാൻ ഷിക്കായ് അധികാരമേറ്റെങ്കിലും 1916 യുവാൻ ഷിക്കായി മരിച്ചതോടുകൂടി, അദ്ദേഹം മരണപ്പെടുന്നതോടുകൂടി സൺ യാറ്റ്സൻ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്തുകയുമാണ് ചെയ്യുന്നത്, ചൈനയിലുള്ള ആ ഒരു ഭരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൺ യാറ്റ്സൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 3 ആശയങ്ങൾ ഇവയൊക്കെയായിരുന്നു. ഒന്ന് ദേശീയത,
അതായത് വിദേശാധിപത്യം അവസാനിപ്പിക്കുക. ചൈനയ്ക്ക് ചൈന എന്ന് പറയുന്ന ഒരു ദേശീയത, ഒരു നാഷണലിസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അടുത്തത് ജനാധിപത്യമാണ്. രാജവാഴ്ച അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ ജനാധിപത്യം സ്ഥാപിക്കണം എന്നുള്ളൊരു ആശയമായിരുന്നു മറ്റേത് പ്രധാനമായിട്ടും സന്യാസനുണ്ടായിരുന്ന രണ്ടാമത്തെ ആശയം. അടുത്തതായിട്ട് സോഷ്യലിസം. മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമിയെ തുല്യമായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുക, അതായത് സോഷ്യലിസം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അദ്ദേഹം കണ്ടിട്ടുള്ള മറ്റൊരു ആശയം എന്ന് പറയുന്നത്. അതായത് രാജ്യത്തിൻ്റെ ആ ഒരു മൂലധനത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഭൂമി തുല്യമായി വിതരണം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഈക്വാലിറ്റി, ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുമൊക്കെ ഒഴിവാകാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആശയമായിരുന്നു സോഷ്യലിസം എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടും സന്യാസിൻ്റെ ആശയങ്ങൾ എന്ന് പറയുന്നത്. ഇനി കുമിൻതാങ് പാർട്ടിയും 1911 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. സന്യാസനാണ് കുമിൻതാങ് പാർട്ടി രൂപീകരിക്കുന്നത്. 1911 മഞ്ജു രാജവംശത്തിൻ്റെ ഭരണം അവസാനിക്കുകയാണ് ചൈനയിൽ. അതോടുകൂടി ചൈനയിൽ ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് നിലവിൽ വരികയുമാണ് ചെയ്യുന്നത്. ഇതിനുശേഷം 1912 മുതൽ 16 വരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഭരണമാറ്റം സംഭവിക്കുന്നത്. ആദ്യകാലത്ത് സന്യാസൻ തന്നെ ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ശേഷം യുവാൻ ഷിക്കായ് അധികാരമേൽക്കുന്നുണ്ട്. യുവാൻ ഷിക്കായുടെ മരണത്തിന് ശേഷം വീണ്ടും സന്യാസൻ എന്ത് ചെയ്യാണ്, ഭരണത്തിലേക്ക് തിരിച്ചെത്തുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ചൈനയിലേക്ക് ചൈന മാറുന്ന ആ ഒരു സമയമാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ചൈനയും അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയവും. ഓക്കെ, 1921 മാവോ സെ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ CCP കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ രൂപീകരിക്കുന്നത് എപ്പോഴാണ്? 1921 മാവോ സെ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. റഷ്യൻ വിപ്ലവത്തിന്റെ ആശയങ്ങൾ അവർ ചൈനയിൽ പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി. പ്രധാനമായിട്ടും റഷ്യൻ വിപ്ലവം പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു മാർക്സിസം അല്ലേ. അപ്പോൾ കാൾ മാർക്സിന്റെ ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചൈനയിലേക്ക് കൊണ്ടുവരാനും ചൈനയിലുള്ള ആളുകളുടെ ഇടയിൽ വലിയ രീതിയിൽ പ്രചാരം നേടുകയുമാണ് ചെയ്യുന്നത് മാർക്സിസ്റ്റ് ആശയങ്ങൾ. ആ സമയത്ത് ചൈന ഭരിച്ചുകൊണ്ടിരുന്ന സന്യാസന്റെ നേതൃത്വത്തിൽ തന്നെ ആയിരുന്നു ചൈന ഉണ്ടായിരുന്ന അത്രയും കാലം. സന്യാസിൻ്റെ ഭരണത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം ചൈനയിൽ നടപ്പിലാക്കി പോരുകയും അതുമാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് നല്ല രീതിയിലുള്ളൊരു ബന്ധം തുടരാനും സന്യാസിന് സാധിക്കുന്നുണ്ട്. 1925 സന്യാസൻ അന്തരിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി ചൈനയിലെ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. സന്യാസന് ശേഷം അധികാരമേൽക്കുന്ന അടുത്ത വ്യക്തിയാണ് ചിയാങ് കൈഷെക്. ചിയാങ് കൈഷക്കിൻ്റെ അധികാരത്തിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ സന്യാസന് ശേഷം ചിയാങ് കൈഷക്കിൻ്റെ കയ്യിലേക്ക് ഭരണം എത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം നേരത്തെ സംഭവിച്ച പോലെ തന്നെ വിദേശ ശക്തികൾക്ക് മുൻഗണന നൽകുകയുണ്ടായി. അതായത് വലിയ രീതിയിൽ വിദേശികൾക്ക് ലാഭം കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഈ കൽക്കരി ഖനനം, അതുപോലെ തന്നെ ബാങ്കുകൾ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസുകൾ, വ്യാപാരം, ഇവയിലൊക്കെ വിദേശ ശക്തികളുടെ ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചിയാങ് കൈഷക്ക്. അപ്പോൾ ഇവർക്കും ഭരിക്കുന്ന ഭരണകൂടത്തിനും വലിയ രീതിയിലുള്ള ലാഭം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ജനങ്ങളാണ് ബുദ്ധിമുട്ടിലാവുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഭരണമാറ്റങ്ങൾ ചൈനയിൽ കൊണ്ടുവരികയാണ് ചിയാങ് കൈഷക്കിൻ്റെ നേതൃത്വത്തിൽ സംഭവിക്കുന്നത്. ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് വലിയ രീതിയിൽ നല്ല രീതിയിലുള്ള ബന്ധമൊന്നുമല്ല അദ്ദേഹം പുലർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രകോപിതരാകുകയാണ് ചെയ്യുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചുവപ്പ് സേനയുടെ, റെഡ് ആർമിയുടെ പോരാട്ടമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ചിയാങ് കൈഷക്കിൻ്റെ നയങ്ങൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്ത് വരാനായിട്ട് തുടങ്ങി. മാവോ സെ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചുവപ്പ് സേന പോരാട്ടം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. മാവോ സെ തുങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിച്ചുള്ള മാവോ സെ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ റെഡ് ആർമി എന്ത് ചെയ്യാണ്, ഈ ചിയാങ് കൈഷക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിനെതിരെ പോരാടുകയാണ് ചെയ്യുന്നത്. 1934 നടന്നിട്ടുള്ള ലോങ് മാർച്ചാണ് ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അന്ന് കർഷകരെയും തൊഴിലാളികളെയും ഒക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് മാവോ സെ തുങ് നടത്തിയിട്ടുള്ള ഒരു ഐതിഹാസിക യാത്രയാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. ഏകദേശം 8000 മൈലോളമാണ് അന്ന് ഇവരെല്ലാവരും ചേർന്ന് സഞ്ചരിച്ചിട്ടുള്ളത്. വെറുതെ സഞ്ചരിക്കുകയല്ല ചെയ്തത്, ഈ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടായിരുന്ന ജന്മികളുടെയൊക്കെ ഉടമസ്ഥതയിലുള്ള ലാൻഡുകൾ പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകുക, അതേപോലെ തന്നെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ജനതയൊക്കെ സഹായിക്കുക, അങ്ങനെ മാറ്റങ്ങൾ നടത്തിക്കൊണ്ട് അവരെന്ത് ചെയ്യാണ്, 8000 മൈല് കടക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത്
സമയത്ത് ശത്രുക്കളിൽ നിന്നുമൊക്കെയുള്ള വലിയ രീതിയിലുള്ള ഭീഷണികളും ആക്രമണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ പോലും ഇവർ എന്ത് ചെയ്യാണ്, ഈ ലോങ് മാർച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ലോങ് മാർച്ചിൻ്റെ ആ ഒരു പാത നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. കിയാങ്സിയിൽ നിന്ന് ആരംഭിച്ച് ഷെൻസി എന്ന് പറയുന്ന സ്ഥലം വരെ എത്തിച്ചേരുന്ന യാത്രയായിരുന്നു ലോങ് മാർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, കിയാങ്സിയിൽ ആരംഭിച്ച് ഷെങ്സിയിൽ ആണ് അവസാനിക്കുന്നത്. ഏകദേശം 11 പ്രവിശ്യകളിലൂടെയാണ് ലോങ് മാർച്ച് കടന്നു പോകുന്നത്. 11 പ്രവിശ്യയിലെ പ്രഭുക്കന്മാരിൽ നിന്നും കൃഷിയിടങ്ങളൊക്കെ മോചിപ്പിക്കുകയും ഇത് കർഷകർക്ക് നൽകുകയും ചെയ്തുകൊണ്ടാണ് ഈ ലോങ് മാർച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായിരുന്നു ഈ ലോങ് മാർച്ച് കാരണം നേടാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു ഫലം എന്ന് പറയുന്നത്? പ്രഭുക്കന്മാരിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകാൻ സാധിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്ന ഒരു പാർട്ടിയായിട്ടും സംഘടനയായിട്ടും മാറുകയാണ് ഈ ലോങ് മാർച്ചോടുകൂടി ചെയ്യുന്നത്. ഇവിടെ നിന്നും അനവധി പോരാട്ടങ്ങൾക്ക് ശേഷം 1949 ജനകീയ ചൈനയുടെ പ്രഖ്യാപനം നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1949 ഏപ്രിൽ 21 ചുവപ്പ് സേന നാൻകിങ് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1949 ഏപ്രിൽ 21 ചുവപ്പ് സേന എന്ത് ചെയ്യാണ്, നാൻകിങ് പിടിച്ചെടുക്കുന്നു. 1949 ഒക്ടോബർ 1 മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ പീപ്പിൾ റിപ്പബ്ലിക്സ് ഓഫ് ചൈന എന്ന പേരിൽ ചൈന രാജ്യം എന്ത് ചെയ്യാണ്, റിപ്പബ്ലിക്കായിട്ട് നിലവിൽ വരികയാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വരുന്നത് 1949 ഒക്ടോബർ 1 ആരുടെ നേതൃത്വത്തിൽ? മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ. അപ്പോൾ മാവോ സേതുങ്ങിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കിപ്പോകാം. 1893 ഡിസംബർ 26 ഷാവോഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് മാവോ സേതുങ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് മാവോ യിച്ചാങ്, പെൻക്വി മെയ് എന്നിവരായിരുന്നു. സാക്ഷരത, സ്ത്രീകളുടെ അവകാശങ്ങൾ, ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ വലിയ പുരോഗതി കൈവരിക്കാനായിട്ട് ചൈനയ്ക്ക് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ സാധിച്ചു എന്നുള്ളത് കൂടിയാണ് നോക്കി വെക്കാനായിട്ട് ഉള്ളത്. അന്ന് മാവോ സേതുങ് ചൈനയിൽ ഒരുപാട് ഭരണപരിഷ്കാരങ്ങളൊക്കെ നടത്തുന്നുണ്ടായി. ഇന്ന് കാണുന്ന ഒരു വലിയ ശക്തിയായിട്ട് ചൈന വളരുന്നതിന് ആദ്യകാലത്ത് വളമിട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നതും ആദ്യകാലത്തെ ഭരണം എന്ന് പറയുന്നതും മാവോ സേതുങ്ങിന്റെ ഭരണം കൂടിയായിരുന്നു. അപ്പം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു, സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ പരിഷ്കാരങ്ങളെ എല്ലാത്തിനെയും ചേർത്തുകൊണ്ട് നമ്മൾ ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്നാണ് വിളിക്കാറുള്ളത്, കുതിച്ചുചാട്ടം. ഓക്കെ, അപ്പോൾ എന്താണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈന ലോകത്തെ ഒരു പ്രധാന സോഷ്യലിസ്റ്റ് ശക്തിയായിട്ട് വളരാനായിട്ട് കാരണമായി ഈ ഒരു ഗ്രേറ്റ് ലീപ്പ് എന്ന് പറയുന്നത്. പിന്നൊന്ന്, കൃഷിഭൂമി കർഷകർക്ക് ലഭിക്കുകയുണ്ടായി. പിന്നെന്താണ്, വിദേശാധിപത്യം അവസാനിക്കാനായിട്ടും സാധിച്ചു ചൈനയിൽ. ഇത്രയും കാര്യങ്ങളാണ് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയിൽ നിലവിൽ വന്നിട്ടുള്ള ആ ഒരു ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇതോടുകൂടി ചൈനീസ് വിപ്ലവം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിൽ ചെറുതായിട്ട് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അഥവാ ഗ്ലോറിയസ് റവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഇത് ഒരുപാടൊന്നും നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തു പോയിട്ടില്ല, വളരെ ചെറുതായിട്ടേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്റ്റുകൾ. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഈ ചൈനീസ് റവല്യൂഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം ആയിക്കോട്ടെ, ഇവക്കൊക്കെ മുൻപ് നടക്കുന്ന ഒരു വിപ്ലവമാണ് ഈ പറയുന്ന മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. ആദ്യകാലത്ത് ഏകദേശം 15-ാം നൂറ്റാണ്ടിൻ്റെ സമയത്ത് ട്യൂഡർ രാജവംശമായിരുന്നു ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം. ഇവയ്ക്ക് ശേഷം സ്റ്റുവർട്ട് രാജവംശം അധികാരത്തിലേക്ക് വരുന്നതോടുകൂടി ഇംഗ്ലണ്ടിലെ സ്ഥിതി ഒന്ന് മാറുകയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന പാർലമെൻറ്റുമായിട്ട് രാജാവ് വലിയ രീതിയിൽ സഹകരിക്കാതെയായി. പാർലമെൻറ്റിനെ വിളിച്ചു ചേർക്കുകയോ ഭരണകാര്യങ്ങളിൽ പാർലമെൻറ്റിൻ്റെ അഭിപ്രായം ആരായുകയോ ചെയ്യുക എന്ന് പറയുന്ന കാര്യം ഈ പറയുന്ന സ്റ്റുവർട്ട് രാജവംശത്തിലുള്ള രാജാക്കന്മാർ ചെയ്തിരുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അതൃപ്തിയൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നികുതികൾ ഈടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ കാലത്തിന് ശേഷം സ്റ്റുവർട്ട് രാജവംശത്തിലുള്ള രാജാവ് പാർലമെൻറ്റിനെ വീണ്ടും വിളിച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റുവർട്ട് രാജവംശത്തിലുള്ള രാജാക്കന്മാർ അവിടുത്തെ പാർലമെൻറ്റുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ സ്വേച്ഛാധിപതികളായിരുന്നു. അവർ ഭരണകാര്യങ്ങളിലൊന്നും തന്നെ പാർലമെൻറ്റിൻ്റെ അഭിപ്രായങ്ങൾ ആരായുകയോ അല്ലെങ്കിൽ പാർലമെൻറ്റിനെ വിളിച്ചു ചേർക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഈ സ്വേച്ഛാധിപതികളായിട്ടുള്ള ഈ രാജാക്കന്മാർ ഈ ഡിവൈൻ റൈറ്റിൽ വിശ്വസിച്ചിരുന്നു. അതായത് ദൈവദത്തമാണ് അധികാരം എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് രാജഭരണം നടത്തിയിരുന്ന രാജാക്കന്മാരായിരുന്നു ഈ സ്റ്റുവർട്ട് രാജവംശത്തിലുള്ള ആൾക്കാർ. ചാൾസ് ഒന്നാമൻ്റെ ഭരണകാലത്തിൻ്റെ ആ ഒരു സമയത്ത്
അദ്ദേഹം പാർലമെന്റിന്റെ ഈ പറയുന്ന അഭിപ്രായങ്ങളൊന്നും മാനദണ്ഡത്തിൽ എടുക്കാതെ ജനങ്ങളിൽ നിന്നും വലിയ രീതിയിൽ നികുതിയൊക്കെ പിരിച്ചു പോന്നിരുന്നു. അങ്ങനെ ആയ സമയത്ത് എന്ത് ചെയ്തു, ഈ പാർലമെന്റിലുള്ള ആളുകളും അതേപോലെ തന്നെ രാജാവുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം കോൺഫ്ലിക്റ്റുകൾ ഇവർക്കെതിരെ നടക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പെറ്റീഷൻസ് ഓഫ് റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ഒപ്പിടേണ്ടി വരുന്നുണ്ട് രാജാവിന്. എന്നാൽ പോലും രാജാവ് അതിനെ ലംഘിക്കുകയും വീണ്ടും സ്വേച്ഛാധിപതിയായിട്ട് തന്നെ ഭരണം തുടരുകയുമാണ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റ് വീണ്ടും ചേരുകയും കുറേ കാലം പിരിച്ചുവിടപ്പെടാതെ പാർലമെന്റ് 11 വർഷം ഒന്നു ചേർന്നിരിക്കുകയും ചെയ്തു. അതിനെയാണ് ലോങ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നിരവധി സംഘർഷങ്ങൾ നിലനിന്നിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് 1688 നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന് പറയുന്നത്. 1688 മഹത്തായ വിപ്ലവം നടക്കുന്നത്. രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാൻ ഈ വിപ്ലവത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ് ഗ്ലോറിയസ് റവല്യൂഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്തരത്തില് പാർലമെന്റുമായിട്ട് രാജാവ് സംഘർഷത്തിലായിരുന്ന സമയത്ത് നികുതി പിരിക്കുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറെ കാലത്തിന് ശേഷം രാജാവ് എന്ത് ചെയ്യുക, ഈ പറയുന്ന പാർലമെന്റിനെ വിളിച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പാർലമെന്റ് പിരിഞ്ഞു പോകാതെ 11 വർഷത്തോളം ഇരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ഇതിനുശേഷം രാജാവുമായിട്ട് കുറേ കാര്യങ്ങളിൽ കോൺഫ്ലിക്റ്റുകൾ വരികയും അങ്ങനെ പാർലമെന്റിന്റെ ഭാഗത്ത് ഒലിവർ ക്രോംവെല്ല് എന്ന് പറയുന്ന ആ ഒരു സൈനികൻ നിന്ന് യുദ്ധം നയിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒലിവർ ക്രോംവെല്ല് ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തുകയുമാണ് ചെയ്യുന്നത്. ഒലിവർ ക്രോംവെല്ലിന്റെ മരണത്തിന് ശേഷം ഈ ഒരു സൈനിക ഭരണത്തിൽ അവിടെയുള്ള ജനങ്ങൾക്ക് മടുപ്പ് തോന്നുകയും അവർ ചാൾസ് രണ്ടാമനെ തിരികെ വിളിച്ച് ഭരണത്തിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത്. ചാൾസ് രണ്ടാമന്റെ ഭരണത്തിന് ശേഷം ജെയിംസ് രണ്ടാമൻ ഭരണത്തിലേക്ക് വരികയാണ്. ജെയിംസ് രണ്ടാമന്റെ ഭരണം എന്ന് പറയുന്നതും കുറേയധികം സ്വേച്ഛാധിപതി ആയിട്ടുള്ള രീതിയിലായിരുന്നു അദ്ദേഹവും ഭരണം നടത്തിയിരുന്നത്. അത് കാരണം എന്ത് ചെയ്യാണ്, വീണ്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, പാർലമെന്റ് തന്ത്രപൂർവ്വം ജെയിംസ് രണ്ടാമന്റെ മകളെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരികയും ഭരണ കൈമാറ്റം നടത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പം ജെയിംസ് രണ്ടാമന്റെ മകളായിട്ടുള്ള മേരിയെയും വില്യത്തിനെയും ഇംഗ്ലണ്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരികയും അവരുടെ കയ്യിൽ ഭരണമേൽപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഒട്ടുമിക്ക വിപ്ലവങ്ങളിലും ചോര ചിന്തലും വലിയ രീതിയിലുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു തുള്ളി ചോര പോലും ചിന്താതെയുള്ള ഒരു അധികാര കൈമാറ്റമായിരുന്നു ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വിപ്ലവത്തെ എന്ത് വിളിക്കുന്നത്, മഹത്തായ വിപ്ലവം എന്നും രക്തരഹിത വിപ്ലവം എന്നും വിളിക്കുന്നത്. ഓക്കെ, പരീക്ഷയ്ക്ക് നമ്മളോട് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം എന്നാണ് പറയുന്നതെങ്കിലും സംഭവം ഇത് തന്നെയാണ്. 1688 നടന്നിട്ടുള്ള കാര്യമാണ്. ഇതോടുകൂടി ഈ പറയുന്ന മേരിയെയും വില്യത്തിനെയും തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന് ഈ ഒരു അധികാരം ഏൽപ്പിക്കുന്നതോടുകൂടി പാർലമെന്റിന് അധികാരം വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് ഭരിക്കുന്നത് രാജാവാണെങ്കിലും ഭരണകാര്യങ്ങളിൽ വലിയ രീതിയിൽ ഇടപെടാനും തീരുമാനങ്ങൾ എടുക്കാനും പാർലമെന്റിന് അധികാരമുള്ള ഒരു രീതി നിലവിൽ വരികയാണ് ചെയ്യുന്നത്. രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്കുള്ളിലുള്ള ഒരു മൊണാർക്കി അവിടെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കുകയും ചെയ്തു. അപ്പോൾ ഗ്ലോറിയസ് റവല്യൂഷൻ, മഹത്തായ വിപ്ലവം, രക്തരഹിത വിപ്ലവം എന്നൊക്കെ പറയുന്നത് ഇംഗ്ലണ്ടിലെ ഈ ഒരു വിപ്ലവമാണ് എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചൈനീസ് റവല്യൂഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ 13ാമത്തെ ചാപ്റ്ററിൽ പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. ഇനി പറഞ്ഞിട്ടുള്ള ഇംഗ്ലണ്ടിലെ വിപ്ലവം നമ്മുടെ 6ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠത്തിലാണ് കൊടുത്തിട്ടുള്ളത്, ഭരണഘടനയ്ക്ക് ഒരു മുഖമുര എന്നുള്ളതിൽ. അതിൽ ചെറിയ രീതിയിൽ മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ, രാജാക്കന്മാരുടെയൊക്കെ പേരുകൾ ഞാനിവിടെ പറഞ്ഞു പോയിട്ടും ഉണ്ട്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സുകളിൽ നിന്ന് പഠിക്കാം. SCERT പാഠപുസ്തകത്തിലുള്ള ഫാക്റ്റുകൾ മാത്രമാണ് നമ്മളിവിടെ എടുത്ത് പ്രത്യേകമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു.